അനു, റായ്ബറേലി എല്ലാ കാലത്തും കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയെന്ന് വിലയിരുത്തപ്പെടുന്ന മണ്ഡലമാണിത്. ഇത്തവണ BJPയെ സംബന്ധിച്ചിടത്തോളം അയോധ്യ രാമക്ഷേത്രം പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമായി മാറും. ഉത്തർപ്രദേശിൽ ആകെ 80 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഇന്ത്യ എന്ന ഈ രാജ്യത്ത് ലോക്സഭയിലേക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ അയക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശ് തൂത്തുവാരുകയാണല്ലോ ഇത്തവണ BJP ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ റായ്ബറേലിയിൽ എന്തും സംഭവിച്ചേക്കാമോ? അഭിലാഷ്, ഈ അമേഠിയിൽ കഴിഞ്ഞ ഇലക്ഷനിൽ ഉണ്ടായ പരാജയം അത് കോൺഗ്രസിന് ഒരു തിരിച്ചടിയാണ്. സമാനമായ ഒരു സാഹചര്യം ഈ റായ്ബറേലിയും ആവർത്തിക്കണം എന്ന് BJP നേരത്തെ തന്നെ കണക്കുകൂട്ടി അതിനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ നടന്ന ഒരു രസകരമായ ഒരു സംഭവം, കഴിഞ്ഞ തവണ അവിടെ BJPയുടെ ദിനേശ് പ്രതാപ് സിംഗ് ആണ് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് സോണിയാഗാന്ധിയോട് പരാജയപ്പെട്ടത്. അപ്പോൾ ഈ ദിനേശ് പ്രതാപ് സിംഗ് ഈ ഡൽഹിയിൽ നിന്ന് ലക്നൌവിലേക്കുള്ളൊരു വിമാനയാത്രയിൽ പ്രിയങ്ക ഗാന്ധിയുടെ സീറ്റിൽ ചെന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ദിനേശ് പ്രതാപ് സിംഗിൻ്റെ അടുത്ത സീറ്റിൽ ഒരു പ്രായമുള്ള ഒരാളാണ്, വളരെയധികം പ്രായാധിക്യമുള്ളൊരു യാത്രക്കാരനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് കുറച്ചും കൂടി ഒരു സൗകര്യം കിട്ടിക്കോട്ടെ എന്ന് കരുതി ഇദ്ദേഹം മുന്നിലെ ഒഴിഞ്ഞ സീറ്റിൽ ചെന്നിരിക്കുകയും അവിടെ പെട്ടെന്ന് പ്രിയങ്ക ഗാന്ധി അങ്ങോട്ടേക്ക് വരികയും ചെയ്തു. ഏതായാലും ഈ ദിനേശ് സിംഗ് അദ്ദേഹം അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്, മര്യാദയോടുകൂടി അവരെ അഭിവാദ്യം ചെയ്തു. പക്ഷേ പ്രിയങ്ക ഗാന്ധിക്ക് തൻ്റെ സീറ്റിൽ ഈ എതിർ സ്ഥാനാർത്ഥി ഇരിക്കുന്നത് അത്ര കണ്ട് രസിച്ചില്ല. അവർ യു കനോട്ട് ടേക്ക് അവർ സീറ്റ് സോ സൂൺ, നിങ്ങൾക്ക് പെട്ടെന്ന് എൻ്റെ സീറ്റ് എടുക്കാൻ പറ്റില്ല എന്നൊരു പ്രയോഗം നടത്തി. അത് ഈ ഫ്ലൈറ്റിലെ സീറ്റിനെ മാത്രം ഉദ്ദേശിച്ചല്ല, റായ്ബറേലിയിലും അത് നടക്കില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് അവർ പറഞ്ഞതെന്നാണ് ഏതായാലും ഈ ദിനേശ് പ്രതാപ് സിംഗിന് തോന്നിയത്. അപ്പോൾ അദ്ദേഹം അതിനൊരു മറുപടിയായി എനിവേ യുവർ സീറ്റ് ഈസ് ഇൻ ഡേഞ്ചർ എന്ന് തിരിച്ചടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ വാക്തർക്കം ഉണ്ടാകുകയും പെട്ടെന്ന് എയർ ഹോസ്റ്റസ് വന്ന് അദ്ദേഹത്തിൻ്റെ സീറ്റിലേക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന സ്ഥലമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഗ്രസ് മുക്ത് ഭാരത് എന്ന രീതിയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളെ ദുർബലമാക്കുക എന്ന നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ റായ്ബറേലിയിൽ ഇതിനുള്ള നീക്കങ്ങൾ അവിടെ തുടക്കത്തിലേ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ SP-യിലെ മനോജ് പാണ്ഡെയെ BJP എങ്ങനെ അവരുടെ പക്ഷത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. നേരത്തെ ഈ അതിഥി സിംഗ് അവിടെ വളരെ ശക്തിയായിട്ടുള്ളൊരു കോൺഗ്രസ് MLA ഉണ്ട്, അവരെയും BJP ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. കുറേ പ്രവർത്തകരെയൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വിശ്വാസം. അപ്പോൾ ഈ ആളുകളൊക്കെ ഇങ്ങോട്ട് വന്നത് ഉത്തർപ്രദേശിൽ വലിയൊരു BJP തരംഗം ഉണ്ടാകും എന്നതിൻ്റെ സൂചനയായാണ് പാർട്ടി വിലയിരുത്തുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ റായ്ബറേലി ഒന്ന് മുറുക്കി പിടിച്ചാൽ അത് മറ്റൊരു അമേഠിയാകും എന്ന് BJP കണക്ക് കൂട്ടുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ 195 പേരുടെ പട്ടിക പുറത്തുവിട്ടല്ലോ, അതിൽ 51 പേർ ഉത്തർപ്രദേശിൽ നിന്നുള്ളതാണ്. റായ്ബറേലി അവർ മാറ്റിവെച്ചു. അതിൻ്റെ കാരണം റായ്ബറേലിയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര്, അത് പ്രിയങ്ക ഗാന്ധിയാണോ അല്ല രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് മാറി മത്സരിക്കുമോ, അതോ ദുർബലനെ അത്ര അവരെ അല്ലെങ്കിൽ ഗാന്ധി നെഹ്റു കുടുംബത്തിൽ നിന്നല്ലാത്ത മറ്റാരെങ്കിലും വരുമോ, അതനുസരിച്ച് പ്ലാൻ ചെയ്ത് ആ മണ്ഡലം പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത് ചെയ്തത് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ ഒരു വിലയിരുത്തൽ. എന്തായാലും അത്തരം ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് റായ്ബറേലിയിൽ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല എന്ന് പരിശോധിക്കുമ്പോഴാണ് റായ്ബറേലിയിൽ എതിരാളി ആര് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ആ മണ്ഡലം പിടിക്കുവാനുള്ള നീക്കം BJP നടത്തുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. എപ്പോഴും ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകുന്നത്, റായ്ബറേലി എന്നത് കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയാണ് എന്നുള്ളതാണ്.